31 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു ചെറിയ കണക്കല്ല. അമേരിക്കയിൽ സെന്റർ ഫോർ ഡിസേബിലിറ്റി കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഈ മാസം പുറത്തിറങ്ങിയിരിക്കുന്ന കണക്കുകൾ പ്രകാരമാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. 6 വർഷം മുൻപ് 44-ൽ ഒരാൾക്കായിരുന്നു ഓട്ടിസം ഡയഗ്നോസ് ചെയ്യപ്പെട്ടതായി കണക്കുകൾ വന്നിരുന്നത്. എന്നാൽ 2022-ൽ നടത്തിയ ഡാറ്റ കളക്ഷൻ പ്രകാരം 2025 ഏപ്രിൽ വന്നിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് 31-ൽ 1 എന്നുള്ള രീതിയിലാണ്. ഇതിനർത്ഥം ഓട്ടിസം ഒരു റെയർ ഡിസോർഡർ അല്ല. ഓട്ടിസത്തിന്റെ പ്രെവലൻസ് ഇന്നത്തെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന കുടുംബാംഗങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലോ ഒരാൾക്ക് ഓട്ടിസം കാണാനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ ഏറി വരും. CDCയുടെ കണക്കുകൾ പ്രകാരം ആൺകുട്ടികളിൽ 20-ൽ ഒരാൾക്കോ പെൺകുട്ടികളിൽ 70-ൽ ഒരാൾക്കോ ഓട്ടിസം ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് നൽകുവാനായി ഏറ്റവും അടുത്തുള്ള ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.